ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഒരിക്കൽ കൂടി സിസ്റ്റർ മൂന്നാമതൊരു തവണ ഷോളിട്ട് നിൽക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. എന്തായാലും ഷോള് ഇതുപോലെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് മക്കൾ കാണുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് സിസ്റ്റർ ഹോളി കമ്മ്യൂണിയൻ പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു ഇടവപ്പള്ളിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ 4 ജമാല, 7 കരുണക്കൊന്ത, 33 വിശ്വാസ പ്രമാണമൊക്കെ ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് ചെല്ലണതാണ്. ആ സമയത്ത് ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും ആ വലിയ ഇടവപ്പള്ളിയാണ്, പ്രസിദ്ധിയായിട്ട് ഇടവപ്പള്ളിയാണ്, കയറി വരികയാണ്. അപ്പോൾ ഞാൻ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് ജമാല ചൊല്ലിയാണ്. വേഗം കുർബാന കൊടുക്കണേലും കുർബാന തുടങ്ങുന്നതിന് മുൻപ് 4 ജമാല അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ് സിസ്റ്റർ. അത് ചൊല്ലിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, ഒരു 60 വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി ഇതുപോലെ ഷോള് ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ടിയിരിക്കുകയാണ്. ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഷോൾ ഇട്ടാണ്, ചുരിദാറാണ്. ഇങ്ങനെ ഷോളിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ബസ്സിന് ഇത് കാണിക്കാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ഒരു കെട്ടി ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കുകയാണ്, കാഴ്ചകൾ കണ്ട് ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. സിസ്റ്റർ ഇരിക്കുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു കൈ വിങ് എന്ന് പറയും, ഒരു വിങ്ങിലാണ് ഈ സൈഡിൽ. അപ്പുറത്ത് ഇങ്ങനെ പള്ളി പോയിരിക്കുന്നു, സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് വരണേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റർ ഇരിക്കുന്ന ഇടവപ്പള്ളിയിൽ നിന്ന് കുറേ ദൂരത്തു നിന്നാണ് അവർ ഒരു വണ്ടി ആൾക്കാർ വന്നിരിക്കുകയാണ്. 14 പള്ളികൾ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു, സന്ദർശിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഷോളിട്ടത് കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച സ്ഥലമാണ്, പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ ഹിന്ദുക്കളായിരിക്കാം അല്ലേ, വിജാതി ഒരു ഹിന്ദു ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഹിന്ദു എന്നല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന പള്ളിയിൽ നിന്ന് 14 പള്ളി കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നോമ്പുകാലത്ത് എടുത്ത പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. ഒരുപാട് 7 പള്ളി 14 പള്ളി കാണല് ഇപ്പോൾ എല്ലാ പള്ളികളിലും ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മുടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ വീഡിയോ ഇടുന്ന പണ്ടത്തെ നമ്മുടെ ആലിസ് ചേച്ചിയുടെ കൂടെ പണ്ട് ഞാൻ ഇതുപോലെ 7 പള്ളി 14 പള്ളിയൊക്കെ സന്ദർശിക്കാൻ ഒരു കാലത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ചേച്ചി ഓരോ പള്ളിയിലും ഓരോ കുരിശിൻ്റെ വഴിയിലെ ഓരോ സ്റ്റേഷൻ, ഈ പള്ളിയിൽ 1-ാം കുരിശിൻ്റെ സ്ഥലം, 2-ാമത്തെ പള്ളി 2-ാം സ്ഥലം, അങ്ങനെ 14 സ്റ്റേഷനിൽ 14 സ്ഥലങ്ങൾ ചൊല്ലി അങ്ങനെ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു വിസിറ്റാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഹിന്ദു ആയിരിക്കുമല്ലേ, ഇങ്ങനെ ഷോൾ എടുത്ത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട കാരണം ചോദിച്ചതാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇട്ടിട്ടില്ല, തലയിലിടണ്ട, പക്ഷെ ഇങ്ങനെ വന്ന് ഇവിടെ കെട്ടിയിടുന്നത് ആദ്യം ഇട്ട കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ നിന്ന് കാഴ്ചകൾ കാണുകയാണ്. ഞാൻ ഹിന്ദു ആയിരിക്കുമെന്ന് പറഞ്ഞു, അല്ല ഞാൻ ഹിന്ദു അല്ല, ഞാൻ ഇന്ന ഇടവക പള്ളിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പേര് വന്നിരിക്കുകയാണ്, മതബോധന ടീച്ചേഴ്സാണ്. പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. 60 വയസ്സായ അമ്മച്ചി, 60 വയസ്സാവാൻ പോണെന്ന് പറഞ്ഞു. 60 വയസ്സായ അമ്മച്ചി ഇവിടെ നിന്ന് ഷോൾ എടുത്ത് ഇവിടെ കെട്ടിയിട്ടേക്കാണ്. ഇങ്ങനെ ഷോൾ ഇട്ടേക്കല്ല, ഇങ്ങനെയും ഇട്ടേക്കല്ല, ഇവിടെ കെട്ടിയിട്ടേക്കാണ്. എന്ത് പ്രാധാന്യവും കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇത് പള്ളിയാണ്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചിരിക്കുന്നതാണ്, നിങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ട് നിൽക്കാതെ അവിടെ പ്രാർത്ഥിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ഷോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു മൂലയിൽ കാല് നീട്ടിയിരിക്കണ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് മാതാവിനെ കൊണ്ട് നടക്കണേന്ന് ചോദിക്കും. ഒന്നാമതായിട്ട് മാതാവിൽ നിന്ന് ലഭിച്ച അത്ഭുതം, മഹാത്ഭുതം, കാർമൽ എന്ന പേര് നൽകിയ കർമ്മല അമ്മയുടെ സാക്ഷ്യം. രണ്ടാമതായിട്ട് തലമുറ തോറും എന്ന് ലൂക്ക 1:46 മുതലുള്ള വചനത്തിൽ മാതാവ് സ്തോത്രഗീതം പറയുമ്പോൾ തലമുറ തോറും എന്ന് പറയുമ്പോൾ ഓരോ തലമുറയ്ക്കും അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കണമെന്നും നമ്മൾ തല മൂടി പ്രാർത്ഥിച്ച് ഷോളൊക്കെ ശരിക്കിട്ട് ഇതൊരു പള്ളിയാണ്, ഇത് സിനിമാശാലയല്ല എന്ന് അമ്മമാര് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മക്കൾ ചെയ്യുന്നത്. മൂന്നാമതൊരു ഷോളിട്ട് നിൽക്കേണ്ട ഗതി വന്നിരിക്കുകയാണ് സിസ്റ്ററിന്. ഇത്തരം
വീഡിയോസിലൂടെ ഒരുപാട് മക്കൾക്ക് അവബോധം കിട്ടുന്നുണ്ട്, അവയർനെസ് കിട്ടുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ പെരുമാറുന്ന പോലെയല്ല നമ്മൾ ദേവാലയങ്ങളിൽ പള്ളിയുടെ ഉള്ളിൽ കടക്കുമ്പോൾ നമ്മൾ പെരുമാറേണ്ടത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം മൊബൈലിൽ കുർബാന കാണുന്നു, ആരാധനകൾ കാണുന്നു, ടോക്ക് കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് പള്ളിയിൽ എങ്ങനെ പെരുമാറണമെന്നും നിൽക്കണമെന്നും ഇന്ന് നമുക്കറിയാതെ പോയി. ഇത് 25 26 വയസ്സായ മകളൊന്നല്ല, ഒരു അമ്മച്ചിയാണ്. ഒരുപക്ഷെ ഭർത്താവ് മക്കളും ഉണ്ടായിരിക്കാം. മക്കളുടെ മക്കൾ കല്യാണം കഴിക്കുന്ന പ്രായമായിട്ടും ആ വന്ന വരവ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് ചമ്മട്ടി കർത്താവ് എടുക്കേണ്ട ഒരു ഗതികേട് വരാതിരിക്കത്തക്ക വിധം പള്ളികളിൽ നമുക്ക് വളരെയേറെ ഭക്തിയോടും തീഷ്ണതയോടും വിറയലോടും ദൈവസ്നേഹത്തോടും കൂടി ആയിരിക്കാം. ഷാള് സിസ്റ്റിങ്ങിന് ഇട്ട് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു മതാധ്യാപകൻ അച്ഛൻ പറഞ്ഞു, ഈ വർഷം തൊട്ട് ഞങ്ങൾ തൃശ്ശൂർ തന്നെ കാറ്റിസം ടീച്ചേഴ്സിനും കുട്ടികൾക്കും മതബോധന കുട്ടികൾക്കും ഞങ്ങൾ യൂണിഫോം ആക്കാൻ പോവുകയാണ് സിസ്റ്റർ. കേട്ടോ, ഒരുപാട് സന്തോഷം തോന്നി. ഒരു ധ്യാന കേന്ദ്ര സിസ്റ്റർ ധ്യാനം കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. മക്കളിത് സ്വീകരിക്കുന്നതോർത്ത് സന്തോഷമുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാത്തത് മൂലം, ശുദ്ധജലം മക്കൾക്ക് കിണറ്റിൽ നിന്ന് കോരി കൊടുക്കാത്തത് മൂലമാണ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന രാസസ്ഥലം കുടിച്ച് പള്ള വീർത്തി കുട്ടികൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിഷാംശം അടങ്ങിയ രാസം എന്ന് പറയുമ്പോൾ സിസ്റ്റർ സോഷ്യൽ മീഡിയ തന്നെയാണ്, ഡിജിറ്റൽ ലോകത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഈ ഓവറായിട്ട് സ്ക്രോളിങ് മൊബൈൽ ചെയ്ത് ഓരോരുത്തരുടെ തലച്ചോറൊക്കെ ചീഞ്ഞ് മണക്കണ അവസ്ഥയാണ് കൗൺസിലിങ്ങിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. വളരെ കുറച്ച് ദിവസമുള്ള പുണ്യങ്ങൾ പൂക്കുന്ന പൂക്കാലമാണ് നോമ്പുകാലം. കുറച്ച് ദിവസങ്ങളിലൂടെ നമ്മുടെ കയ്യിലുള്ളൂ. സിസ്റ്റം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ തീഷ്ണതയോടെ ഒരിക്കൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. തിന്മകളുടെ വർജനവും പുണ്യങ്ങളുടെ അഭ്യാസവും കൈമുതലാക്കാം. എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കും. ഈ ആഴ്ച ധ്യാനങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ദിവ്യകാരുണ്യ സന്നിധിയിലെ പ്രാർത്ഥന മാത്രമാണ്. ദിവ്യകാരനോട് കൂടെ ആയിരിക്കുക, അതാണ് ഈ ആഴ്ച ചെയ്യുന്നത്. വലിയ ആഴ്ചയ്ക്ക് മുൻപായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിയോഗങ്ങളിൽ കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.